ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രേപ്പ് പേപ്പർ വെച്ച് കുറച്ച് പൂക്കൾ ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ 3 കളറിലുള്ള ക്രേപ്പ് പേപ്പറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുള്ള യെല്ലോ കളർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള 3 പീസുകൾ വെച്ചാണ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അത് 3 നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കതിന്റെ ഇവിടെ ആയിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ക്രേപ്പ് പേപ്പർ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവർ ആണ്. ഇതുപോലെ നമ്മളത് മുഴുവനായും കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതൊന്ന് നിവർത്തി നോക്കാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള 2 പീസും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 പീസും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമ്മുടെ ഫ്ലവർ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൂല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിലേക്കൊന്ന് ചുരുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മളത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു പീസ് മുഴുവനായും ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ നമ്മൾ ഒരു പീസ് മുഴുവനായും ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം ചെയ്തെടുത്തത് പോലെ തന്നെയാണ് അടുത്ത പീസും നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ആദ്യം നമ്മളതൊന്ന് റോൾ ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ അതിലേക്ക് ചുരുക്കി വെച്ച് കൊടുക്കണം. വീണ്ടും നമ്മൾ റോൾ ചെയ്തെടുക്കുക. നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഭാഗം ഒരേ ഹൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഏതായാലും നമ്മൾ ആ ഒരു ഭാഗം ലാസ്റ്റിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പീസും അതിലേക്ക് വെച്ച് കൊടുത്തു. ഇവിടെ ആയിട്ട് നമ്മൾ നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പീസും ഇതുപോലെ തന്നെയാണ് അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്നാമത്തെ പീസും ഇനി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓറഞ്ച് കളറിലുള്ള പേപ്പർ വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ പൂക്കൾ ചെയ്തെടുക്കണം. മൂന്നാമത്തെ പീസും നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തു. അതും നമ്മൾ നൂല് വെച്ചൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം കൂട്ടി പിടിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവറിന്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ളത് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ചെയ്തെടുക്കാം. ചെറിയൊരു പീസ് നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തു. ഇനി അതൊന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മടക്കി കൊടുത്തത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവറിന്റെ താഴെ ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിന്റെ താഴെ വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പൊ നമുക്കത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഭാഗം നമുക്ക് വിടർത്തി കൊടുക്കാം. ക്രേപ്പ് പേപ്പർ എന്ന് വെച്ച് നമ്മുടെ ചാനലിൽ നമ്മൾ ക്രാഫ്റ്റ് വർക്കുകളൊന്നും ചെയ്യാറില്ല. നമ്മൾ കൂടുതലും പാഴ്വസ്തുക്കൾ വെച്ചാണ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാറുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ ഇതാ നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന്റെ താഴെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ക്രേപ്പ് പേപ്പർ വെറുതെ കട്ട് ചെയ്തെടുത്ത് നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ പൂക്കൾ വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 10 രൂപയ്ക്ക് നമുക്ക് വലിയൊരു ക്രേപ്പ് പേപ്പറിന്റെ പീസ് കിട്ടും. പാഴ്വസ്തുക്കൾ വെച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
ഇപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പൂക്കളെല്ലാം ഇതുപോലെ നമ്മൾ അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.